വാർത്ത ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരു യാത്രാ തീവണ്ടി ഹൈജാക്ക് ചെയ്തു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഹൈജാക്ക് ചെയ്തത്. 400-ൽ പരം പേര്, അതായത് യാത്രക്കാര്, ബലൂചിസ്ഥാൻ ആർമിയുടെ തടവിലാണ്. ഈ ട്രെയിനിൻ്റെ പേര് ജാഫർ എക്സ്പ്രസ് എന്നാണ്. ഇത് ക്വറ്റയിൽ നിന്നും ബലൂചിസ്ഥാനിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സാധാരണ ട്രെയിൻ പോകുന്ന രീതി, ഇന്ത്യ കാണുന്ന രീതി ട്രെയിൻ, അതൊന്നുമല്ല ഈ സംഭവം. ഇത് പണ്ട് ബ്രിട്ടീഷ് റെയിൽവേ ആയിരുന്നു. നിങ്ങൾക്കറിയാം ബലൂചിസ്ഥാനിലെ പ്രശ്നം, അവർക്ക് സ്വാതന്ത്ര്യം വേണം, വലിയ ഇഷ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ സഹായിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ RAW ഇൻ്റലിജൻസ് ഫോഴ്സും കൂടാണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഇവിടെ നമ്മുടെ കാശ്മീരി കയറി തുടങ്ങാൻ ഭയപ്പെടുന്നതാണ് നമ്മളവിടെ കൗണ്ടറായിട്ട് അവിടെ ഇൻസർജൻസി കൊടുത്തത്. അത് നമ്മുടെ ഒരു ഭയങ്കര സ്ട്രാറ്റജിക് ഗെയിമായിരുന്നു. ഇനിയും അറിയേണ്ട സംഭവമുണ്ട്. ഈ ബലൂചിസ്ഥാൻ്റെ ഈ ഏരിയ, ക്വറ്റ ബലൂചിസ്ഥാൻ ഈ പോകുന്ന സ്ഥലം, ഇത് ഭയങ്കര ഹില്ലും മൗണ്ടെയിൻ, ഡ്രൈ മൗണ്ടെയിനാണ്. അപ്പോൾ അവിടുന്ന് വളരെ ഹൈറ്റാണ്, 1700 ഫീറ്റൊക്കെ ഹൈറ്റാണ്. കാരണം തുരങ്കവും ഒക്കെ നിർത്തിയാണിത് ഈ ട്രെയിൻ, അവിടെ ഈ ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി, അത് തന്നെ അവർ യൂസ് ചെയ്യുവാണ്. ഇവിടെ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. അവിടെ കൊണ്ടുപോയിട്ട് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ട്രെയിൻ അവിടെ ഈ ബലൂചിസ്ഥാൻ ആർമി പിടിച്ചെടുത്തത്. അതിൻ്റെ അകത്ത് ഏകദേശം 180ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടെന്നാണ് പറയുന്നത്. അവരെ മുഴുവനും കീഴ്പ്പെടുത്തി. ഇനി മറ്റൊരു സംഭവം, അതായത് കേരളം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പാകിസ്ഥാൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ടെലിവിഷൻ ചാനലിൽ വരുന്നു. ഇവർ ഈ മൗണ്ടെയിനിലോട്ട് പോകാൻ നേരത്ത് ഈ പാകിസ്ഥാൻ ആർമി ഇവിടെ മുഴുവനും LED എക്സ്പ്ലോസീവ് വെച്ചേക്കാണ് റോഡുകളിൽ. കാരണം ചെറിയ ചെറിയ മൗണ്ടെയിൻ റോഡാണ്, അത് പ്രോപ്പർ ടാറിങ് പോലും ഇല്ല, വളരെ പൈസയൊന്നുമില്ല. കാരണം അവിടെ ഇൻസർജൻസി ഏറിയാണ്. അവോട്ട് പോലെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട്, അത് മുഴുവനും ഇവർ ബോംബ് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞു ഇതിന് മുമ്പ്. അതായത് ഈ ബന്ദിയാക്കുന്നതിന് എടുത്ത ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ പാലങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ റോഡ് മുഴുവനും ഇവർ ബോംബ് വെച്ചിരിക്കുകയാണ്. ഏകദേശം 2ഓളം പാകിസ്ഥാൻ ആർമിയുടെ വണ്ടികൾ ഈ എക്സ്പ്ലോസീവിൽ തട്ടി പൊട്ടി ഏകദേശം 18 പേര് വീണ്ടും മരിച്ചു. ഒരു രാജ്യത്തിൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കണം. നമുക്കും ഇതേപോലെ മൗണ്ടെയിൻ പോകുന്ന ട്രെയിനൊക്കെ ഉണ്ട്. ജമ്മു കാശ്മീരിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംഭവത്തിലൊക്കെ നമുക്ക് ഇതേപോലെ വലിയ ഹൈ മൗണ്ടനിൽ പോകുന്ന ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കവിടെയൊക്കെ ആക്സസ് റോഡുണ്ട്. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ. പാകിസ്ഥാൻ ഈ സംഭവമൊന്നുമില്ല. അതാണ് സുഡാപ്പികൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പാകിസ്ഥാനിൽ പോയിരിക്കുമല്ലയോ, അവരുടെ സംഭവം എന്തോ അത് മനസ്സിലാക്കുക. അവർക്ക് ഈ ആക്സസ് റോഡ് പോലും ഇല്ല. ഇനി അവർ എയർക്രാഫ്റ്റ് വന്ന് ഡ്രോൺ വന്ന് നോക്കിയിട്ട് എങ്ങനെ ഇവരെ രക്ഷിക്കാം. കാരണം വലിയ പാടാണ്. കാരണം ഞാൻ അവിടുത്തെ ഒരു ജേർണലിസ്റ്റുമായിട്ട് സംസാരിച്ച് കഴിയുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അവിടെ ആർമി വല്ലതും ട്രൈ ചെയ്യുവാണ്. കാരണം ഇവർ മേളിലായിരിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ അവരെ റൈഫിൾ കൊണ്ട് ഫയർ ചെയ്യും, ബോംബുണ്ട്, ബോംബിങ് നടക്കും. കാരണം അവരുടെ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്, ഉറപ്പായിട്ട് ഇന്ത്യ കൊടുക്കുന്ന വെപ്പൺസാണ്. ഇത് ശരിക്കും യൂസ് ചെയ്യും. അതായത് പാകിസ്ഥാൻ ലിറ്ററലി പെട്ടുപോയി. കാരണം ഈ മൗണ്ടൻ്റെ സൈഡിൽ പോലും ഈ പാകിസ്ഥാൻ ആർമിക്ക് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ എയർക്രാഫ്റ്റ്, അതായത് ഫൈറ്ററിൽ പോയിട്ട് ബോംബ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബന്ദികൾ മുഴുവനും കൊല്ലപ്പെടും. അതായത് പാകിസ്ഥാന് പോലും മനസ്സിലായിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. വല്ലാത്തൊരു ക്രൈസിസിൽ പോകും ആർമിക്ക്. അതേപോലെ അവിടെ ഏറ്റവും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചെറിയ വില്ലേജുകളുണ്ട് ഈ മൗണ്ടെയിൻ. അവരെല്ലാം ബലൂചിസ്ഥാൻ ആർമിയുമായിട്ട് ബന്ധമുള്ളവരാണ്. അതായത് പാകിസ്ഥാൻ്റെ തല എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് ആ രീതിയിലായിപ്പോൾ ഈ ഹൈജാക്ക് ഡ്രാമ എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന പോലെ സിമ്പിളായിട്ട് ഊരാൻ പറ്റത്തില്ല. ഏകദേശം 6ഓളം പേരെ കൊന്നു. ഇനിയും അവർ പറഞ്ഞിരിക്കുന്നത്, ബലൂചിസ്ഥാൻ ആർമി കൊടുത്തിരിക്കുന്ന പ്രസ് റിലീസ്, ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ആർമി ട്രൈ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ വരികയാണെങ്കിൽ ഈ ബന്ദികളെ മുഴുവനും കൊല്ലുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് വേറെ തമാശ, പാകിസ്ഥാൻ ആർമി ഈ ഗ്രൗണ്ടിൽ നിന്ന് മേപ്പോട്ട് പോവുകയാണെങ്കിൽ ഫയറിങ് ഭയങ്കരമായിട്ടുണ്ടാകും. അതായത് പാകിസ്ഥാൻ ആർമിക്ക് വലിയ സെറ്റ് ബാക്ക് ഉണ്ട്, വളരെയധികം പേര് കൊല്ലപ്പെടും. കാരണം ഈ ടെറൈൻ അങ്ങനെയുള്ള ടെറൈനാണ്. കാരണം ഇപ്പോൾ മുഴുവൻ കല്ലുകളൊക്കെ വെച്ചുള്ള ഹ്യൂജ് ആയിട്ടുള്ള ടെറൈനാണ്. അതിൻ്റെ എവിടെ ആൾക്കാർ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല.
റോഡുകൾ മുഴുവൻ ഇവർ ബോംബ് വെച്ചിരിക്കുകയാണ്. കാരണം മൈൻസും ഒക്കെ വെച്ചിരിക്കുകയാണ്. അനങ്ങാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഇതാണ് സംഭവം. ഈ ജാഫർ അസ്പൽ നേരത്തെ അവിടെ അപകടം ഉണ്ടായിട്ട് ഏകദേശം എനിക്കൊന്ന് 10-12 വർഷം മുമ്പ് ഏകദേശം 16 പേര് കൊല്ലപ്പെട്ടു. അവരുടെ ഡെഡ് ബോഡി പോലും എടുക്കാൻ 5 ദിവസം എടുത്തു. കാരണം അവിടെ എത്തപ്പെടാൻ. കാരണം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാർ പോകണ്ടായി. കാരണം അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. പാകിസ്ഥാനെ പറ്റി വലിയ ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ, ഭയങ്കര സംഭവം മിനി പാകിസ്ഥാൻകാരൊക്കെ പറയുമ്പോൾ യഥാർത്ഥ പാകിസ്ഥാനെ മനസ്സിലാക്കുക. അവർക്ക് മുന്നോട്ട് പോകാൻ പോലും കഴിവില്ലാത്ത രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബേഴ്സൊക്കെ പറയുന്നു, നമ്മൾ പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീർ, അതായത് നമ്മൾ തിരിച്ചു പിടിക്കണം. ഒരു കാരണവശാലും തിരിച്ചു പിടിക്കരുത്. ആ കാശ്മീർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലുള്ള കാശ്മീരികൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഇന്ത്യ, എന്താണ് പാകിസ്ഥാൻ. ഞാൻ ആ പറയുന്ന പോയിന്റ് പിടികിട്ടിയോ? ഇന്ത്യയിലുള്ള കാശ്മീരികൾക്ക് പാകിസ്ഥാൻ കാശ്മീർ കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്താണ് ഇന്ത്യ മഹാരാജ്യത്തിലെ കാശ്മീർ, എന്താണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. രണ്ടുപേരും വ്യത്യാസം. കാരണം ആനയാടും പോലെയാണ്. അവിടെ ജോലിയില്ല, തൊഴിലില്ല, ഒന്നുമില്ല, സ്കൂളില്ല. അതിൻ്റെ വെടി നാശമായി കിടക്കുന്ന, അവിടെ പോലീസും പട്ടാളത്തിന് പോലും എത്താൻ പറ്റാത്തതാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. ഒരു കാരണവശാലും വെറുതെ തന്നാലും തിരിച്ചു മേടിക്കരുത്. അതിൻ്റെ പാട്ടിനൊക്കെ പോകണം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ പറയുന്ന പല പാകിസ്ഥാനിൽ റെയിൽവേ ആണെങ്കിലും ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിവില്ലാത്തവരാണ് പിന്നീട് വന്ന പാകിസ്ഥാനി ഗവൺമെൻറ്റുകൾ, ആ രാജ്യം ഭരിച്ചവർ. അവരതിൻ്റെ അകത്ത് മുഴുവനും മതവും തീവ്രവാദവും എല്ലാം കൂടെ കയറ്റി പിന്നെ എങ്ങനെ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഒരു ട്രെയിനിൻ്റെ ആക്സിഡൻറ്റ് നടന്നു, അവിടെ ഹൈജാക്ക് നടന്നു, അങ്ങോട്ട് റീച്ച് ചെയ്യാൻ പോലുള്ള റോഡുകൾ പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അവിടെയാണ് ഈ ജാഫർ എക്സ്പ്രസ് പെട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആൾക്കാരെ കൊല്ലുന്നത് ഞാൻ അനുകൂലിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരുടെ ഇൻറ്റേർണൽ മാറ്ററാണ് പാകിസ്ഥാനും ബലൂചിസ്ഥാൻ. പക്ഷെ വളരെ അടുത്ത് തന്നെ നമുക്കറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത്. കാരണം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ സർക്കാർ സറണ്ടർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബലൂച്ചിനോട് പറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ എടുക്കാം. അതിന് കാരണം ഇവരെയും വെച്ച് വില പേശുവാണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പറയുന്ന ബന്ദികൾ മുഴുവനും കൊല്ലപ്പെടും. ബലൂചിസ്ഥാൻ അത്ര മോശം ആർമി എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അത്ര മോശമൊന്നുമല്ല. പാകിസ്ഥാൻ ആർമിയെ പോലെ തന്നെ അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അറിയാം. വെൽ ട്രെയിൻഡാണ്. ഇന്ത്യക്കാരാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വെച്ച്. നോക്കിയിരിക്കുക, കണ്ട് വരാൻ പോകുന്ന സമയങ്ങളിൽ അറിയാം എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് ഇത് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.